എല്ലാവർക്കും ഒരിക്കൽ കൂടി പി എ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ റിയാദിലുള്ളത്. ഇന്നലെ ഞാൻ റിയാദിൽ വന്നതാണ്. ഇന്നലെ രാവിലെയാണ് വന്നത്. ഇന്നിപ്പം അരീക്കിലേക്ക് പോവാണ്. അരീക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. ഓക്കെ, നമുക്ക് അവിടെ വെച്ചിട്ട് കാണാം. പിന്നെ എൻ്റെ കൂടെ ഫാറൂഖ് ഉണ്ട്, പിന്നെ കൂടെ നമ്മളെ പറഞ്ഞ സക്കീർ ഉണ്ട്, പിന്നെ നമ്മളെ സക്കീറിന്റെ മോനും ഉണ്ട്. ഇപ്പൊ സക്കീറിനെയും സക്കീറിന്റെ മോനെയും കാത്തിക്കാണ്. റിയാദ് ബത്തേലപ്പോൾ ഉള്ളത് കേട്ടോ. ഇതുവരെയായിട്ടും ഒരു വാഹനം അല്ലെങ്കിൽ ഒരു കടയൊന്നും കാണുന്നില്ല കേട്ടോ. ചുറ്റും മരുഭൂമി എന്ന് വേണം പറയാം. കണ്ണെത്താ ദൂരം വരെ ഉണ്ട്. എൻ്റെ വ്ളോഗ് കാണുന്ന പ്രേക്ഷകരോട്, നിങ്ങളെ കയ്യിൽ ഫ്ലാറ്റോ അതല്ലെങ്കിൽ വീടോ സ്ഥലമോ, സ്പെഷ്യലി കോഴിക്കോട് ജില്ല, ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നല്ല വിശ്വസ്തമായ ഒരു കമ്പനിയാണ് DB പ്രോപ്പർട്ടി. നിങ്ങൾക്ക് 100% വിശ്വസിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇതുപോലെ തന്നെ PA വ്ളോഗ്സിൻ്റെ മറ്റൊരു പാർട്ട്ണർ സ്ഥാപനമാണ് ട്രാവൽ ആൻഡ് ടൂറിസം ബഹ്റൈൻ. നിങ്ങൾക്ക് വേൾഡിൽ എവിടെ പോകണമെങ്കിലും, സ്പെഷ്യലി ഗൾഫ് കൺട്രി, അത് ഇന്ത്യയിൽ നിന്നും വരാനും തിരിച്ചു പോകാനും പിന്നെ യൂറോപ്പിലേക്കോ മറ്റോ പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിലും ഞാൻ ഈ താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് വിവരങ്ങൾ കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് എവിടെ നിന്നും ടിക്കറ്റും എടുക്കാം. അതിന് നിങ്ങൾ സമീപിക്കേണ്ട നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ വിട്ടിട്ട് ഏകദേശം അരക്കിലേക്ക് 200 കിലോമീറ്റർ അടുത്താണ്. ഏകദേശം ഇപ്പം നമ്മളൊരു 150 കിലോമീറ്റർ വന്നതിന് ശേഷം ഇവിടെ നിർത്തിയതാണ്. ചുരുക്കം പറഞ്ഞ നല്ല കാറ്റുണ്ട്. ചുരുക്കം പറഞ്ഞിട്ട് ഒരൊറ്റ പെട്രോൾ പമ്പില്ല, ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള സ്ഥലമില്ല. അപ്പൊ ഈ മരുഭൂമിന്റെ അടുത്തെത്തിയപ്പോൾ തോന്നി വണ്ടി ഇവിടെ നിർത്താം, ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യും. ഇവിടെ അറിയിക്കുന്നു. എനിക്ക് തോന്നുന്നില്ല വേൾഡിൽ എവിടെയും ഇതുപോലൊരു സീന് കാണുന്നുണ്ട്. കാരണം മെയിൻ റോഡ് നമ്മൾ വണ്ടി നിർത്തി ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ മല മെയിൻ റോഡിന് സമാനമായിട്ടാണ് കിടക്കുന്നത്. അതായത് റോഡിൻ്റെ മുകളിൽ നമ്മൾ നിൽക്കുകയാണ്, അല്ലാതെ മലൻ്റെ മുകളിലല്ല നമ്മൾ നിൽക്കുന്നത്. ഈ റോഡിൽ നിന്നാണ് നമ്മൾ താഴോട്ടേക്ക് ഇറങ്ങുന്നത്. ഈ കാണുന്ന മലൻ്റെ ബാക്കിലാണ് ഹറീക്ക് എന്ന് പറഞ്ഞ സ്ഥലം. ആ വ്യൂ ഒക്കെ കണ്ട് കുറെ ഫോട്ടോ എടുക്കണം. വണ്ടർഫുൾ. അരക്കിലേക്ക് പോണ വഴി കേട്ടോ. ചുറ്റും മലയാൽ ചുറ്റപ്പെട്ടത്. എനിക്ക് വേണം ഈ മലൊക്കെ വെട്ടിയിട്ട് നമ്മളെ നാട്ടിലെ പോലെ തന്നെ ഉണ്ടാക്കിയത്. ബ്രാൻഡ് ന്യൂ റോഡാണെന്നാണ് പറഞ്ഞു കേൾക്കണേ. അതുകൊണ്ടാണ് ഇവിടെ പെട്രോൾ പമ്പൊന്നും ഇല്ലാത്തത്. സൂപ്പർ. ഓക്കെ, അതാ 10ന്റെ 15ന്റെ കാണിക്കണേ. നിങ്ങൾ അറിയില്ലേ താമരശ്ശേരി ചോരം? ഞമ്മള് താമരശ്ശേരി ചോരന്ന് 4 മീറ്റർ വീതി, 10 മീറ്റർ നീളം. ഇമ്മാതിരി സാധനം പണ്ട് ഞമ്മള് PWDയിൽ ഓട്ടിക്കൊണ്ട് വന്നത്. പറക്കാണ് ഏത് നമ്മള് എയറോപ്ലെയിൻ വിട്ടേക്ക. അപ്പുറപ്പുറം ഭയങ്കരമായ കുയ്യല്ലേ കുയ്യി. ഇറക്കല്ലേ പണ്ടാരടങ്ങ ഇതുണ്ടോ, പിടിച്ചാലും അമർത്തിയാലും നിക്കണ്. കട്ടിക്കും മണി വ്യത്യാസത്തിന് സ്റ്റിയറിംഗ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാൽ മതി.
ഞമ്മള് ഇഞ്ചിന് തവിട് വിട്ടില്ല. ഇൻഷാ പടച്ചോലേ നിങ്ങള് കാത്തോളീ എന്നൊരൊറ്റ വിളിയാണ്. ഇതിന് വേണ്ടി എന്താന്നറിയോ, മറ്റേ ഗസ്റ്റ് ഹൗസിൽ താമസിപ്പിച്ച് നമ്മളിപ്പോൾ ഹരീക്കിലെ ഗ്രാമത്തിൽ വന്നു. ഇവിടെ നമ്മളെ കോഴിക്കോട്ടുകാരൻ തന്നെ അമ്മാരുണ്ട്. അമ്മാരുടെ റൂമിലൊക്കെ കയറി അവിടെ ജ്യൂസ് എല്ലാം കടിച്ച് ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ പള്ളിക്കിലേക്ക് പോവാണ്. പള്ളിക്ക് സമയമാവാനായി. വേണ്ടാന്ന് പറഞ്ഞതാണ്, നിർബന്ധിച്ച് ജ്യൂസ് കഴിപ്പിച്ചു. ജമാക്ക് സമയമായി. ഇതൊക്കെ ഈ പള്ളിന്റെ മുമ്പിൽ വിൽക്കാൻ വെച്ചതാ കേട്ടോ, നാടൻ കോഴി. ഇത് ഇവിടുത്തെ ചെറിയൊരു മാർക്കറ്റാണ് കേട്ടോ. ഈ സൂക്കിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ ഹരീക്കിലെ പള്ളിനോട് ചേർന്നുള്ള സൂക്കിൽ ഇവർ തന്നെ കൃഷി ചെയ്തിട്ട് A to Z സാധനങ്ങളാണ് ഇവിടുന്ന് ഉണ്ടാക്കുന്നത്. അല്ലാതെ റിയാദെന്നോ മറ്റുള്ള സ്ഥലത്തുനിന്നോ ഇവിടെ കൊണ്ടുവരുന്നില്ല. ഇതേ സ്ഥലത്തുനിന്നും ഇവർ കൃഷി ചെയ്തുണ്ടാക്കിയതാണ് വിൽക്കാൻ വെച്ചിട്ടുള്ളത്. വീഡിയോ പറക്കിന് ഇങ്ങനെ അടിക്കും വീഡിയോ. ആ കവർ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ രണ്ടു മൂന്നാടാണ് അധികമൊന്നും ഇല്ലെങ്കിൽ. നമ്മളെല്ലാവരും ഉണ്ട് ഇവിടെ. മസറയിലൊക്കെ ഇറങ്ങിയതാണ്. നോക്കാം എന്നത് മസറ അങ്ങനെ ഉണ്ട്. ഇവിടെ നമ്മളെ കൂടെ ഉള്ളത് അർക്കല മുഹമ്മദ് അലിയാണ്, ബറാമി. അപ്പോൾ മൂപ്പര് നമ്മളൊരു മസറയിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ മസറ കാണാനാണ് വന്നത്. നിങ്ങൾ മലയാളിയാ? ഇവിടെ എങ്ങനെ കുറെ കാലം വർക്ക് ചെയ്യാൻ തുടങ്ങി? ഇവിടെ ശരിക്കും എന്തൊക്കെയാണ് നിങ്ങളെ മസറയിൽ? ഓക്കെ, യൂട്യൂബിലേക്കുള്ളതല്ലേ? ആ പറിച്ചോട്. ഓക്കെ, ഇതാണ് ഓറഞ്ച്. അയ്യോ പൊളി. എവിടുന്നാണ് ഈ ചാൻസ് കിട്ടുക? അടിപൊളി അല്ലേ? പിന്നെ ഫ്രഷ് ഓറഞ്ച്, യാതൊരു കളങ്കം ഇല്ലാത്ത മധുരയിലെ നാരങ്ങ. എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? അടിപൊളി അടിപൊളി ഓറഞ്ച്, സൂപ്പർ, ഒന്നും പറയാനില്ല. ഇഷ്ടംപോലെ മരമുണ്ട് ഓറഞ്ചിൻ്റെ. അടിപൊളി. പിന്നെ നട്ടുണ്ട്, ഒരുപാട് ഐറ്റംസ് ഐറ്റംസ് ഒരുപാടുണ്ട്. അജുവ അങ്ങനത്തെ ഒന്നും അജുവ ഇവിടെ നമ്മളെ ഈ ഭാഗത്തേക്കില്ല, അങ്ങോട്ട് മദീന ഭാഗത്തേക്കാണ്. എന്താ അതിന്റെ സീസൺ കഴിഞ്ഞോണ്ടാ, അല്ലെങ്കിൽ നല്ല ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് മുസമ്പി കേട്ടോ. ഇത് മുസമ്പി എന്നാണ് പറഞ്ഞത്. നമ്മൾ നേരത്തെ കഴിച്ചത് ഓറഞ്ച്. ഇതാ മുസമ്പി. അങ്ങനെ വളരില്ല. ഇത് അടുത്ത ജൂലൈയിലൊക്കെ വേണ്ടിയിട്ട് സെറ്റ് ചെയ്താണ് കേട്ടോ. ഈത്തപ്പഴത്തിന് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ നാട്ടിൽ വരുന്ന മാതിരി ഒന്നും ഇല്ല. വരും, അത് അത് മുസമ്പിയാണ്. കണ്ണഞ്ചിപ്പിക്കുന്നല്ലേ?
നമ്മളെ നാട് ഓർമ്മ വരുന്നില്ലേ ഇതൊക്കെ കാണുമ്പോൾ. ഇതെന്താ സാധനം? ഓറഞ്ച്. ആ വേറെ ടൈപ്പ് ഓറഞ്ച്. മറ്റേ നോക്കട്ടെ ഇതിൻ്റെ തൊലി കാണിക്കണേ. ഇത് വേറെ ടൈപ്പ് അല്ലേ? നല്ല ഇതുണ്ട് കേട്ടോ, ക്രിസ്പി ആട്ടോ സാധനം. വേറൊരു ഓറഞ്ച് ഉണ്ട്, ഞാൻ ഉള്ളിലുണ്ടോ ഇത്ര ഉള്ളു ഇതിപ്പോ കെട്ടിട്ടുള്ളൂ. കെട്ടിയിട്ടേ ഞാൻ ഇവിടെ മൽബറി ഉണ്ട് കേട്ടോ. ഇത് നമ്മളെ ബഹ്റൈനിലും ഇഷ്ടംപോലെ കണ്ടുവരുന്നുണ്ട്. ഇതിപ്പം സീസൺ തുടങ്ങുന്നുള്ളൂ. ഇവിടെ കായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. നമ്മൾ പള്ളി കഴിഞ്ഞ് കുറച്ച് പച്ചക്കറി ഫ്രൂട്ട്സ് എല്ലാം മേടിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. ഹറീക്കിലെ ഓറഞ്ച് തോട്ടം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. റിയാദിൽ എപ്പം വന്നാലും ചുണ്ട് ഇങ്ങനെ ഡ്രൈ ആവുന്നുണ്ട്. അതൊന്നും ഇന്നലെ അനുഭവപ്പെട്ടിട്ടുണ്ട്. എനിവേ നമ്മളെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു അൽഹംദുലില്ലാ. ഇന്നത്തെ അരീഖിലെ ഫസ്റ്റ് പാർട്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്, വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത സെക്കൻഡ് പാർട്ട് വരുന്നവരെ ബൈ.